അധികം വൈകാതെ സത്യം മറനീക്കി പുറത്തുവരും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് വീണ്ടും ED നോട്ടീസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയെ വിടാതെ പിന്തുടർന്ന ED ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ MM വർഗീസിന് വീണ്ടും ED നോട്ടീസ് അയച്ചു. അടുത്ത തിങ്കളാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. നേരത്തെ 3 തവണ ED നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് ചുമതലയുടെ പേരിൽ ഹാജരാകാൻ കഴിയില്ലെന്നാണ് വർഗീസ് ED അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കരുവന്നൂർ ബാങ്കിലെ CPM നിയന്ത്രണത്തിലുള്ള രഹസ്യ അക്കൗണ്ടുകളെക്കുറിച്ചും ബിനാമി വായ്പ നൽകിയതിൽ CPM നേതാക്കളുടെ ഇടപെടലിലുമാണ് വർഗീസിനെ ചോദ്യം ചെയ്യുന്നത്. ബാങ്ക് ക്രമക്കേടിൽ CPM നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ വിശദാംശങ്ങൾ ED തേടിയിരുന്നെങ്കിലും അത്തരം റിപ്പോർട്ടില്ലെന്നാണ് വർഗീസ് നൽകിയ മറുപടി. CPMന്റെ തൃശൂർ ജില്ലയിലെ ആസ്തി, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആദായ നികുതി റിട്ടേൺ എന്നിവ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. കരുവന്നൂർ ബാങ്കിൽ നിന്നും ബിനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. കരുവന്നൂർ ബാങ്കിൽ മാത്രം CPMന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ED വിലയിരുത്തുന്നത്. എന്നാൽ ഇത്തരത്തിൽ രഹസ്യ അക്കൗണ്ടുകൾ ഇല്ലെന്നാണ് MM വർഗീസ് നൽകുന്ന വിശദീകരണം.